സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. കച്ചവട രംഗത്ത്, നമ്മുടെ ബിസിനസ് രംഗത്തൊക്കെ വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ നമ്മൾ നേരിടാറുണ്ട്. കുടുംബപരമായി കുറേ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. ശാരീരികമായി, മാനസികമായി, അതേപോലെ തന്നെ മക്കളുടെയും മറ്റുമൊക്കെ അസുഖവും ഒക്കെയായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാകാറുണ്ട്. ഈ വിഷമങ്ങളും പ്രയാസങ്ങളും മാറാനു വേണ്ടി സമൂഹത്തിൽ പല ആളുകളും പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ചിലർ ശിർക്കിന്റെ രംഗങ്ങളിലേക്ക് വരെ പോകാം. അള്ളാഹു അല്ലാത്തവരിലേക്ക്, തങ്ങന്മാരിലേക്ക്, ബീവിമാരിലേക്കൊക്കെ തങ്ങളുടെ പ്രയാസം മാറാനും വേണ്ടി, ആശ്വാസത്തിനു വേണ്ടി അവരെ സമീപിച്ച് അവർ പറയുന്നത് പോലെ ചെയ്ത് അള്ളാഹുവിൽ പങ്കു ചേർത്ത് ഇസ്ലാമിൽ ദീനിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോകുന്ന കാര്യങ്ങൾ വരെ ചില ആളുകൾ ചെയ്യാറുണ്ട്. വേറെ ചില ആളുകളാണെങ്കിൽ അവർ സംഗീതവും അതേപോലെ തന്നെ പാട്ടും കൂത്തുമൊക്കെയായി താൽക്കാലികമായ നൈമിഷികമായ സുഖം കിട്ടുന്നതിന്, ആശ്വാസം കിട്ടുന്നതിന് വേണ്ടി അത്തരം ചില കാര്യങ്ങളിലേക്കാണ് പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ പല ആളുകളും ചെയ്യാറുള്ളത്. എന്നാൽ സഹോദരന്മാരെ, നമ്മളുടെ പ്രയാസങ്ങൾ, നമുക്ക് വന്ന പ്രയാസങ്ങൾ, ഓരോരുത്തർക്കും അവരുടെ പ്രയാസങ്ങൾ വലുതായിരിക്കും. മറ്റുള്ളവരുടെ പ്രയാസങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ മറ്റുള്ളവരുടേത് എന്തൊക്കെ പ്രയാസമായതിനും അതിനേക്കാളും വലിയ പ്രയാസം തൻ്റെ പ്രയാസം തന്നെയാണ്. എനിക്കുള്ള പ്രയാസം എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ എന്നാണ് നമ്മളൊക്കെ കരുതാറുള്ളത്. എന്നാൽ ഏതൊരു പ്രയാസവും നിസ്സാരമാണ്, അതെല്ലാം ചെറുതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മാർഗം പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ മക്ഹൂൽ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാൻ സാധ്യമാകും. ഇദാ അസാബ അഹദുകും മുസീബ, നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു മുസീബത്ത്, ഒരു പ്രയാസം, ഒരു പ്രശ്നം നിങ്ങൾക്ക് ആർക്കെങ്കിലും ബാധിച്ചു, ഒരു വിഷമം നിങ്ങൾക്ക് ആർക്കെങ്കിലും നേരിട്ടു എങ്കിൽ ഫല്യദ്കുർ മുസീബതഹു ബി, അവനുണ്ടായ മുസീബത്ത്, അവനുണ്ടായ പ്രയാസം അവൻ എൻ്റെ പ്രയാസങ്ങളിലെ തട്ടിച്ചു നോക്കട്ടെ എന്ന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായ പ്രയാസങ്ങളിലേക്ക് അവൻ തട്ടിച്ചു നോക്കട്ടെ. ഫഇന്നഹ മിൻ അഅ്ളമിൽ മസായിബ്, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായ പ്രയാസമാണ് പ്രയാസങ്ങളിൽ വെച്ച് ഏറ്റവും പ്രയാസം. അഷ്റഫുൽ ഖൽഖാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉന്നതനാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾക്ക് നമ്മുടെ മാതാവും പിതാവും നമ്മുടെ മക്കളും ഇണയുമെല്ലാം വളരെ വേണ്ടപ്പെട്ടവരായിരിക്കും. അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ, അവർക്കുണ്ടാകുന്ന അസുഖങ്ങളും വിഷമങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിനെ വല്ലാതെ പിടിച്ചു കുലുക്കാറുണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ നമ്മൾ സ്നേഹിക്കേണ്ട വ്യക്തിത്വമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങൾ നിങ്ങളുടെ പിതാക്കളേക്കാൾ, നിങ്ങളുടെ മക്കളേക്കാൾ, നിങ്ങൾ ലോകത്തുള്ള മുഴുവൻ എന്തിനേക്കാളും എന്നെയാണ് സ്നേഹിക്കേണ്ടത് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സ്വന്തത്തെ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇഷ്ടം താങ്കളെയാണ് എന്ന് പറഞ്ഞ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇല്ല ഉമറേ, നിന്നെക്കാൾ എന്നെ സ്നേഹിക്കും വരെ നിന്റെ വിശ്വാസം പരിപൂർണമാകില്ല എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുത്തി കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ഏറ്റവും ഇഷ്ടമുണ്ടാകേണ്ട പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംഭവിച്ച വ്യഥകളും പ്രയാസങ്ങളും ഓർക്കുമ്പോൾ ഇതൊന്നും വലിയ പ്രയാസമല്ലല്ലോ എന്ന് നമുക്ക് തോന്നുമെന്ന്. നമ്മൾക്കുണ്ടാകുന്ന വിഷമങ്ങൾ, നമ്മളെക്കാൾ ഉള്ള വലിയ വിഷമങ്ങൾ തട്ടിച്ചു നോക്കുമ്പോഴാണ് നമുക്കൊരു ആശ്വാസം കിട്ടാറുള്ളത്. തലവേദന വന്ന്, അല്ലെങ്കിൽ ശരീരത്തിലൊരു അവയവത്തിന് മുറിവ് പറ്റിയിട്ട് ആശുപത്രിയിലേക്ക് പോകുമ്പോൾ അതിനേക്കാൾ ഒരു തലമുട്ടി അത്യാസന്ന നിലയിലായി കൊണ്ടുവരപ്പെട്ട ആളുകളെ കാണുമ്പോൾ നമ്മൾ എത്ര തിരക്കിട്ട് ആശുപത്രിയിൽ പോയതായാലും അവന്റെ കാര്യം കഴിഞ്ഞിട്ട് മതി ഇനി എന്റെ ചികിത്സ എന്ന് നമ്മൾ പറയാറുണ്ട്. കാരണം എന്നേക്കാൾ വലിയ പ്രയാസം അവൻ്റെതാണ്, അപ്പോൾ എന്റേതൊന്നും ഒന്നും വലിയ വിഷയമല്ല എന്ന് നമുക്ക് തോന്നാറുണ്ട്. അതേ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായ പ്രയാസങ്ങൾ നമ്മൾ ആലോചിക്കുകയാണ് എങ്കിൽ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷമങ്ങൾ നമ്മൾ ആലോചിക്കുകയാണ് എങ്കിൽ നമ്മുടെ പ്രയാസങ്ങളൊന്നും ഒരിക്കലും ഒരു വലിയ പ്രയാസമായി തോന്നുകയില്ല എന്നാണ്.
സുഹൃത്തുക്കളെ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെല്ലാം പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട്. മക്കയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധന പ്രവർത്തനങ്ങളുമായി ഇറങ്ങിയപ്പോൾ പ്രവാചകന്റെ സ്വന്തക്കാരിൽ നിന്ന് പോലും, സ്വന്തം പിതാവിന്റെ സഹോദരനിൽ നിന്ന് പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വിശ്വസിച്ചിരുന്ന ആളുകളെ അവർ കൊല്ലാക്കൊലയും ചെയ്തിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹവസുണമായ മക്കളെ അവർ തള്ളിയിട്ടുണ്ട്. പരിപൂർണ ഗർഭിണിയായ പ്രവാചകന്റെ ഒരു മകളെ ഒട്ടകപ്പുറത്ത് കയറാൻ നോക്കുമ്പോൾ തള്ളിയിട്ട് കൊന്നിട്ടുണ്ട്. ഇങ്ങനെ പലതരത്തിലെ പ്രയാസങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ശാരീരികമായും പ്രവാചകനെ അവർ വല്ലാതെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. യുദ്ധങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റി പൊട്ടിയിട്ടുണ്ട്, പ്രവാചകന്റെ മുൻപല്ല് പൊട്ടിയിട്ടുണ്ട്, പ്രവാചകന്റെ കവിളിൽ ആണി തറച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വാസത്തിന് വേണ്ടി ഉമ്മയുടെ നാട്ടിലേക്ക് പോയപ്പോൾ അവിടെയുള്ള ആളുകളെ കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്ലെറിഞ്ഞ് തന്റെ മടമ്പകാല് പൊട്ടി ചോര ഒലിച്ചിട്ടുണ്ട്. എന്തെല്ലാം പ്രയാസങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ എന്റെ ഹബീബിന് എന്തെല്ലാം പ്രയാസം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ പ്രയാസം ഒന്നുമല്ല എന്ന് ചിന്തിക്കുവാൻ, നമ്മുടെ പ്രയാസങ്ങളെ ചെറുതായി കാണുവാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മുടെ വിശ്വാസം പരിപൂർണമാകുന്നത്. എങ്കിൽ സഹോദരന്മാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയാസങ്ങളെ, വിഷമങ്ങളെ, റസൂൽ നേരിട്ട ബുദ്ധിമുട്ടുകളെ നമ്മൾ കുറിച്ച് ആലോചിക്കുമ്പോൾ ആ പ്രയാസങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പ്രയാസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് തന്നെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഹലോകത്ത് നിന്നും വിട പറഞ്ഞു പോയി എന്നുള്ളതാണ് വിശ്വാസികൾക്കുണ്ടായ ഏറ്റവും വലിയ പ്രയാസം. റസൂലിന്റെ കൂടെ ജീവിച്ചിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ കൊതിക്കുമ്പോഴെല്ലാം പ്രവാചകൻ അടുക്കലേക്ക് ഓടി വന്നിരുന്ന, സ്വന്തം ജീവനേക്കാളേറെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിരുന്ന റസൂലിന്റെ സഹാബികൾക്ക് അത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. തങ്ങളുടെ സ്വന്തം ജീവനേക്കാളേറെ അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിട്ടുണ്ട്. തന്റെ മകന് മരിച്ചാലും, തന്റെ ഭാര്യ മരിച്ചാലും, തന്റെ ഭർത്താവ് മരിച്ചാലും, തന്റെ മാതാപിതാക്കൾ മരിച്ചാലും ഒന്നും അവർക്കൊരു പ്രയാസമായിരുന്നില്ല. ഒരു യുദ്ധത്തിന് ശേഷം ഒരു സ്ത്രീ സഹാബികളുടെ അടുക്കലേക്ക് ഓടി വന്ന് ചോദിക്കുന്നുണ്ട്, എന്റെ പ്രവാചകൻ എന്തെങ്കിലും പറ്റിയോ എന്ന്. സഹാബികൾ പറയുന്നത്, ആ യുദ്ധത്തിൽ ആ സ്ത്രീയുടെ ഭർത്താവും ആ സ്ത്രീയുടെ പിതാവും ആ സ്ത്രീയുടെ മക്കളും ആൺമക്കളും മരണപ്പെട്ടിട്ടുണ്ട്. അവർ ആ കുട്ടിയെ കുറിച്ച് ആലോചിച്ചിട്ടില്ല, ഭർത്താവിനെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല, പിതാവിനെ കുറിച്ച് ചോദിച്ചിട്ടില്ല. അവരൊക്കെ പറഞ്ഞു കൊടുത്തു തങ്ങളുടെ പിതാവ് മരിച്ചിട്ടുണ്ട്, ഭർത്താവ് മരിച്ചിട്ടുണ്ട് എന്നൊക്കെ. അപ്പോഴൊക്കെ പെണ്ണ് ആവർത്തിച്ച് ചോദിക്കുന്നത്, എന്റെ റസൂൽ എന്തെങ്കിലും സംഭവിച്ചോ എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കൊന്നും സംഭവിച്ചിട്ടില്ല, അതാ പ്രവാചകൻ ഇരിക്കുന്നു എന്ന് കാണിച്ചു കൊടുത്തപ്പോഴാണ് ആ സ്ത്രീക്ക് സമാധാനമായത് എന്നാണ്. അത്രയേറെ അവർ സ്വന്തത്തിന്റെ മറ്റെന്തിനേക്കാളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ പ്രവാചകന്റെ സഹാബികളുടെ അവസ്ഥകൾ വ്യത്യസ്തമായത്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥയെ കുറിച്ച് ഇബ്നു ഹിശാം അദ്ദേഹത്തിന്റെ സീറയിൽ പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കഴിഞ്ഞപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നിയന്ത്രണം വിട്ടവനെ പോലെയായി. അദ്ദേഹം പറഞ്ഞത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിട്ടില്ല, മറിച്ച് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തൗറാത്ത് വാങ്ങാൻ പോയതുപോലെ എന്റെ പ്രവാചകൻ മാറി നിന്നതാണ് എന്ന്. പ്രവാചകൻ മരിച്ചിട്ടില്ല എന്നാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ചു കൊടുത്തപ്പോഴാണ് അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ വേണ്ടി പോലും സാധ്യമായത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണമടുച്ചപ്പോൾ, പ്രവാചകന്റെ മരണവേദന എടുത്തപ്പോൾ ഫാത്തിമ ബീവി പറഞ്ഞത്, വാ കർബ, എന്റെ പിതാവിന് എന്തൊരു വേദനയാണ് എന്നാണ്. വലിയ വേദനയും പ്രയാസവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടപ്പോൾ ഫാത്തിമ ബീവിക്ക് സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ കണ്ണുനീർ ധാരധാരയാക്കി ഒഴുകി കരയുകയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മകളെ അടുത്ത് വിളിച്ചിരുത്തിക്കൊണ്ട് പ്രവാചകൻ ചെവിയിലൊരു സ്വകാര്യം പറഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, പ്രവാചകൻ അടുത്ത് വിളിച്ചപ്പോൾ മകളുടെ കരച്ചിൽ കൂടുകയാണ് ചെയ്തത്. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ റളിയല്ലാഹു അൻഹ കൂടുതൽ കരയുന്നത് കണ്ടപ്പോൾ ഒരിക്കൽ കൂടി അടുത്ത് വിളിച്ചിരുത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു സ്വകാര്യം പറഞ്ഞു. പിന്നീട് ഫാത്തിമ ബീവിയുടെ കരച്ചിൽ മാറിപ്പോവുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മാസങ്ങൾക്ക് ശേഷം ഫാത്തിമ ബീവിയോട് ചോദിക്കുന്നുണ്ട്, എന്തായിരുന്നു പ്രവാചകൻ അന്ന് പറഞ്ഞത് എന്ന്. അവർ പറഞ്ഞു കൊടുത്തത്, എന്റെ പിതാവ്
ആദ്യം എന്നെ അടുത്ത് വിളിച്ചിരുത്തി പറഞ്ഞത്, ഫാത്തിമ, നിന്റെ പിതാവിന് ഈ വേദനയ്ക്ക് ശേഷം മറ്റൊരു വേദനയില്ല, അഥവാ നിന്റെ പിതാവിന്റെ മരണം അടുത്തിട്ടുണ്ട് ഫാത്തിമ എന്നാണ് എന്റെ ഉപ്പ എന്നോട് പറഞ്ഞത് എന്നാണ്. അതെനിക്ക് സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് എന്റെ കരച്ചിൽ അധികരിച്ചത്. എന്റെ കരച്ചിൽ കൂടുന്നത് കണ്ടപ്പോൾ എന്റെ പിതാവ് വീണ്ടും എന്നെ ചേർത്തു പിടിച്ചു പറഞ്ഞ സ്വകാര്യം, ഫാത്തിമ, എന്റെ മരണത്തിന് ശേഷം എന്റെ കുടുംബത്തിൽ നിന്ന് ഞാനുമായി ഏറ്റവും ആദ്യം ലയിക്കുന്നത്, ആദ്യം എന്നിലേക്ക് അടുക്കുന്നത് ഫാത്തിമ നീ ആയിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോഴാണ് എന്റെ കരച്ചിൽ മാറിയത് എന്നാണ്. നിങ്ങൾ നോക്കൂ, ജീവിച്ചിരിക്കുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിരുന്ന അവർ മരണത്തിന് ശേഷം പ്രവാചകന്റെ അടുക്കിലേക്ക് എത്താൻ കഴിയുമെന്ന സന്തോഷം, സ്വന്തം മരണത്തിന്റെ വേദന പോലും അവരെ മറപ്പിച്ചുവെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, എത്ര സ്നേഹമാണ് അവർക്കുണ്ടായിരുന്നത്. തങ്ങളുടെ പ്രയാസം പറഞ്ഞപ്പോൾ അതിനേക്കാൾ കൂടുതൽ പ്രവാചകന്റെ പ്രയാസത്തെയാണ് അവർ ചിന്തിച്ചിരുന്നത് എന്നാണ്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഷഹിദ്തുഹു യൗമ ദഖല അൽ മദീന, ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് പ്രവേശിച്ചപ്പോൾ റസൂലിന്റെ കൂടെ ഉണ്ടായിരുന്നു, ഞാൻ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്നു. ഫമാ റഅയ്തു യൗമൻ ഖത്തു കാന അഹ്സൻ വലാ അദ്ബഅ മിൻ യൗമി ദഖല അലൈനാ ഫീഹി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളിലേക്ക് പ്രവേശിച്ചതിനേക്കാൾ കൂടുതൽ പ്രകാശപൂരിതമായ, അതിനേക്കാൾ മനോഹരമായ ഒരു ദിവസവും ഞാൻ അതിനു മുമ്പോ അതിനുശേഷമോ കണ്ടിട്ടില്ല എന്നാണ്. പിന്നെയോ വശഹിത്തുഹു യൗമ മൗതിഹി, എന്റെ പ്രവാചകന്റെ വഫാത്തിന്റെ സമയത്തും ഞാൻ മദീനയിൽ ഉണ്ടായിരുന്നു, അന്നും ഞാൻ അവിടെ സന്നിഹിതനായിരുന്നു. فما رأيت يوما كان أقبح ولا أظلم من يوم مات فيه رسول الله صلى الله عليه وسلم, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ആ ദിവസത്തേക്കാൾ ഇരുണ്ട ഒരു ദിനം, അതിനേക്കാൾ മോശപ്പെട്ട ഒരു ദിനം മദീനക്കതിന് മുമ്പോ അതിനുശേഷമോ ഉണ്ടായിട്ടില്ല എന്ന് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അവർക്ക് പ്രവാചകന്റെ വിയോഗത്തെക്കാൾ പ്രയാസമുള്ള മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. മദീനയിൽ എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ട്, അവിടെ എത്ര യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്, എത്ര സഹാബികൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്, എത്ര സഹാബികൾ കൂട്ടത്തോടെ മരിച്ചിട്ടുണ്ട്. അതിനേക്കാളൊക്കെ ഇരുണ്ട ദിനമായിക്കൊണ്ട്, പ്രയാസമുള്ള ദിവസമായിക്കൊണ്ട് അവർ തിരിച്ചറിഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണമാണ് എന്നാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രയാസങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയാസത്തോട് തട്ടിച്ചു നോക്കുമ്പോൾ ഒരു പ്രയാസവുമായി തീരില്ല എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തെ അത്രയേറെ പ്രയാസത്തോടു കൂടി കണ്ടിരുന്ന സഹാബികൾ പ്രവാചകന്റെ ഓരോ ദിവസവും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. പ്രവാചകന്റെ മരണത്തോടടുത്ത ദിവസത്തെ ഓരോന്നും നമുക്ക് സഹാബികൾ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏക ഹജ്ജ് എന്നുള്ളത് ഹിജ്റ 10-ാം വർഷം ചെയ്ത ഹജ്ജായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിന്റെ ദിവസങ്ങളിൽ ഓരോ പ്രവർത്തനവും ചെയ്യുമ്പോൾ സഹാബികളെ ഓർമ്മപ്പെടുത്തിയിരുന്ന കാര്യം നോക്കുമ്പോൾ തന്നെ പ്രവാചകൻ തന്റെ വഫാത്തിനെ കുറിച്ചുള്ള സൂചനകൾ അവർക്ക് നൽകിയിരുന്നു നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അറഫയിൽ സന്നിഹിതമായപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുഹൻ നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നി വല്ലാഹി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ യൗമി ഹാദാ ബിമകാനി ഹാദാ, അല്ലയോ ജനങ്ങളെ, ഇതാ ഈ ദിവസത്തിന് ശേഷം ഞാൻ ഈ സ്ഥലത്ത് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളുമായി കൊണ്ട് നിങ്ങൾക്ക് എന്നെ വീണ്ടും കണ്ടുമുട്ടാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല സഹാബികളെ. അതുകൊണ്ട് നിങ്ങൾ ഖുദു അന്നി മനാസികക്കും, നിങ്ങൾ എന്നിൽ നിന്നും ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ സ്വീകരിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ജംറയിൽ കല്ലെറിയുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുഹൻ നാസ് ഖുദൂ മനാസികക്കും, അല്ലയോ ജനങ്ങളെ, ഇതാ ഹജ്ജിന്റെ കർമ്മം ജംറയിൽ എങ്ങനെയാണ് കല്ലെറിയേണ്ടത് എന്ന് നിങ്ങൾ കൃത്യമായി കണ്ടു മനസ്സിലാക്കിക്കൊള്ളണം, നിങ്ങൾ പഠിച്ചുകൊള്ളണം. കാരണം ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അഹുജ്ജു ബഅദ ആമി ഹാദാ, ഇതാ ഈ വർഷത്തിന് ശേഷം നിങ്ങളുടെ കൂടെ ഇനി ഹജ്ജ് ചെയ്യാൻ ഞാൻ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല സഹാബികളെ. അതുകൊണ്ട് നിങ്ങൾ എന്നിൽ നിന്നും കൃത്യമായി കൊണ്ട് ഹജ്ജിന്റെ കർമ്മങ്ങൾ കണ്ടുപഠിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അന്ന് മുതലേ പ്രവാചകൻ സൂചനകൾ സഹാബികൾക്ക് നൽകിയിട്ടുണ്ട്. അതിനുശേഷം ആ ഹജ്ജിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വെറും 4 മാസം മാത്രമാണ് ജീവിച്ചിരുന്നത്. 4 മാസം മാത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് ജീവിച്ച 4-ാമത്തെ മാസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഹലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. അതിനിടയിലുള്ള ഓരോ ദിവസങ്ങളെയും സഹാബികൾ നമുക്ക് കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു നൽകുന്നുണ്ട് റസൂലുടെ അവസ്ഥ ഏത് രൂപത്തിലായിരുന്നുവെന്ന്. ഹിജ്റ 11 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ വർഷം സഫർ 29 അന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളിൽ ചിലരെയും കൂട്ടിക്കൊണ്ട് ബഖീഉൽ അർഖദിലേക്ക് പോവുകയുണ്ടായി. മദീനയിലുള്ള ഖബർസ്ഥാനാണ് ബഖീഉൽ അർഖദ് എന്ന് പറഞ്ഞാൽ. പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമി മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഞാനിതാ നിങ്ങളുമായി കൊണ്ട് കൂടിച്ചേർന്ന് അടുത്തിരിക്കുന്നു, നമ്മൾ നിങ്ങളുമായി കൊണ്ട് കൂടിച്ചേരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. സഹാബികൾ പ്രവാചകന്റെ ഓരോ നിമിഷവും ഒപ്പിയെടുത്തിട്ടുണ്ട്. അവിടെ പോയി പ്രവാചകൻ ഖബർസ്ഥാനം സന്ദർശിച്ചുകൊണ്ട് തിരിച്ചു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കലശലായ തലവേദന ആരംഭിക്കുകയാണ്. സഹാബികൾ പറയുന്നു, അതായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണവേദനയുടെ തുടക്കമെന്നാണ്. മരണവേദനയുടെ തുടക്കം അവിടെ നിന്നായിരുന്നു. സഫർ 12-ന്, സഫർ 29-ന് അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന് തലവേദന ആരംഭിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് മുതൽ രോഗിയാവുകയാണ്. ആ രോഗിയായതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രവാചകന് പ്രയാസമുണ്ടായിട്ടും ബാക്കിയുള്ള 11 ദിവസവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന തലേ ദിവസം വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുത്തിരുന്നു, ജമാഅത്തിന് നേതൃത്വം നൽകിയിരുന്നുവെന്ന് കാണുവാൻ സാധ്യമാകും. ജീവിതത്തിൽ എന്ത് പ്രയാസം ഉണ്ടാകുമ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് ചേരുന്നു, മാറി നിന്നിട്ടില്ല. അസുഖം കലശലായിരുന്നപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട്. റസൂലിന് വേദന ആരംഭിക്കുകയായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, ആയിഷ, എനിക്ക് ഖൈബറിന്റെ അന്ന് ജൂതപ്പെണ്ണ് തന്ന വിഷത്തിന്റെ വേദന ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നുവെന്നാണ്. ഖൈബർ യുദ്ധം നടക്കുന്നത് ഹിജറ 7-ാം വർഷം മുഹറം മാസത്തിലാണ്. ഹിജറ 7-ാം വർഷം മുഹറം മാസത്തിൽ നടന്ന ഖൈബർ യുദ്ധത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ജൂതസ്ത്രീ വിഷം കൊടുത്തിട്ടുണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. തന്റെ മുമ്പിൽ വെച്ച ഭക്ഷണം, താൻ കഴിക്കുന്ന ഭക്ഷണം, അതിൽ വിഷമുണ്ട് എന്ന് പോലും പ്രവാചകന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് ചില ആളുകളെ കുറിച്ച് പറയുന്നത്, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കൽബകം കാണാൻ കഴിയുമെന്നാണ്. എന്തും ഏതും അറിയാൻ കഴിയുന്നവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കളെന്ന് ചില ആളുകളെ കുറിച്ച് പറയുമ്പോൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേണ്ടി ഒരുക്കി വെച്ച വിഷം തന്റെ മുമ്പിലുള്ള ഭക്ഷണത്തിൽ ഉണ്ട് എന്ന് പോലും പ്രവാചകന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. കൂടെ ഉണ്ടായിരുന്ന സഹാബി ബിശ്ർ റളിയല്ലാഹു അൻഹു അത് കഴിച്ച് മരണപ്പെട്ടപ്പോഴാണ് പ്രവാചകനെ മനസ്സിലായത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് അത് കഴിച്ചു. തൊണ്ടക്കുഴിയെത്തിയപ്പോൾ ജിബ്രീൽ വന്ന് പിടിക്കുകയും പുറത്തെടുക്കുകയും ചെയ്തു. അന്നത് കഴിച്ചതിന്റെ വേദന പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 4 വർഷങ്ങൾക്കിപ്പുറം അനുഭവിച്ചുവെന്ന് പ്രവാചകൻ തന്റെ പത്നിയോട് പറയുകയാണ്. അതിനുശേഷമുള്ള ഓരോ ദിവസങ്ങളെയും സഹാബികൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തലവേദന കലശലായി റബീഉൽ അവ്വൽ മാസത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ പ്രവാചകൻ തന്റെ ഭാര്യമാരോട് ചോദിച്ചത്, ഐന അനൽ യൗം ഐന അന ഗദൻ എന്നാണ്. ഇന്ന് ഞാൻ എവിടെയാണ്, നാളെ ഞാൻ എവിടെയാണ് എന്ന് പ്രവാചകന് തിരിച്ചറിയാത്ത രൂപത്തിൽ പ്രവാചകൻ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരുന്നു. റസൂലിന്റെ ഭാര്യമാർ പറഞ്ഞത് അവർക്കൊക്കെ മനസ്സിലായി എന്താണ് പ്രവാചകൻ ഉദ്ദേശിക്കുന്നത് എന്ന്. റസൂലിന് വേദന ഉണ്ടാകുമ്പോൾ, പ്രയാസമുണ്ടാകുമ്പോൾ പ്രവാചകന് ഏറെ ഇഷ്ടമുള്ള ഭാര്യയുടെ അടുക്കിലേക്ക് എത്താനാണ് പ്രവാചകൻ അത് ചോദിക്ക് തിരിച്ചറിഞ്ഞ അവർ ആയിഷാബിയുടെ വീട്ടിലേക്കുള്ള എളുപ്പമാർഗം ഉണ്ടാക്കി കൊടുക്കുന്നു. അവരുടെ ദിവസങ്ങളൊക്കെ അവർ വിട്ടുകൊടുത്ത് ആയിഷാബിയുടെ വീട്ടിലേക്ക് പ്രവാചകൻ എത്തിച്ചു എന്നാണ്. അതിനുശേഷമുള്ള ഓരോ ദിവസങ്ങളെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ നമുക്ക് കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ആ ദിവസങ്ങളിൽ സഹോദരന്മാരെ, റബീഉൽ അവ്വൽ മാസത്തിന്റെ തുടക്കം മുതൽ 1 മുതൽ സഫർ 29-ന്റെ അന്ന് വേദന ആരംഭിച്ച് പിറ്റേന്ന് റബീഉൽ അവ്വലിന്റെ 1 മുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തോട് മല്ലിടുകയായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണവേദന അനുഭവിച്ചു തുടങ്ങുകയായിരുന്നു. ആ ദിവസങ്ങളിൽ മദീന കരയുകയായിരുന്നു. ഇന്ന് റബീഉൽ അവ്വൽ നമ്മുടെ അവസ്ഥ എന്താണ്? റബീഉൽ അവ്വൽ 1 മുതൽ ആഘോഷങ്ങൾ തീർക്കുകയാണ്. നമ്മുടെ നാട്ടിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിന്റെ പേര് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തോടടുത്ത ദിവസങ്ങളിൽ, മരണത്തിന്റെ വേദന ലഭിച്ച ദിവസങ്ങളിൽ നമ്മൾ ആട്ടും പാട്ടുമായി ഇവിടെ തീർക്കുകയാണ് നമ്മുടെ നാടുകളിൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യസമയത്ത് നൽകിയ വസീയത്തുകളെ പോലും കാച്ചിൽ പറത്തുന്ന പ്രവണതയാണ് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പിതാവോ നമ്മുടെ വേണ്ടപ്പെട്ട ആരെങ്കിലുമൊക്കെ മരിക്കും മുമ്പ് എന്തെങ്കിലും വസീയത്ത് ചെയ്താൽ നമ്മളത് വളരെ കൃത്യമായി കൊണ്ട് പിടിച്ചു വെക്കും. അത് നമ്മൾ പുലർത്താൻ ശ്രമിക്കും. ഒരിക്കലും തെറ്റിക്കൂല. നമ്മൾ അത് മരിക്കും മുമ്പ് എന്റെ ഉമ്മ പറഞ്ഞ വസീയത്താണ് എന്ന് പറഞ്ഞ് നമ്മളത് എന്തായാലും ചെയ്യും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തിന് മുമ്പ് നൽകിയ വസീയത്തുകൾ സഹാബികൾ തങ്കലിപികളാൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായി സഹാബികൾ പഠിപ്പിക്കുന്നത് ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഉപദേശം, ഫഇന്നഹു മയ്യഇശ് മിൻകും ബഅദി, നിങ്ങൾ എനിക്ക് ശേഷം ജീവിക്കുന്നുവെങ്കിൽ ഫസയറ ഇഖ്തിലാഫൻ കസീറ,
ഈ ഉമ്മത്തിൽ, മുസ്ലിം ഉമ്മത്തിൽ ധാരാളക്കണക്കിന് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. ഇസ്ലാം ദീനിൽ പലതും കൂട്ടിക്കലർത്തും. ഇസ്ലാം ദീനിന്റെ പേര് പറഞ്ഞ് പലതും പറയുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകും. ആ സന്ദർഭത്തിൽ ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇൽ മഹ്ദിയ്യീൻ അർ-റാഷിദീൻ, നിങ്ങൾക്ക് എന്റെ സുന്നത്തുണ്ട്. ഞാൻ നിങ്ങൾക്ക് 23 വർഷം കൊണ്ട് കാണിച്ചു നൽകിയ എന്റെ ജീവിത മാർഗമുണ്ട്. എന്റെ സച്ചരിതരായ പിൻഗാമികളായ എന്റെ സഹാബികളുടെ മാതൃക നിങ്ങൾക്ക് കൃത്യമായിട്ടുണ്ട്. തമസ്സകൂ ബിഹാ, നിങ്ങൾ അതിനെ മുറുകെ പിടിക്കണം. വഅദ്ദു അലൈഹാ ബിന്നവാജിദ്, നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് നിങ്ങൾ അതിനെ മുറുകെ പിടിക്കണം. നിങ്ങൾ ഒരിക്കലും അത് ഒഴിവാക്കുവാൻ പാടില്ല എന്ന് അവരുടെ പാതയാണ് നമുക്ക് പിടിക്കാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണ് നമുക്കുള്ളത്. പ്രവാചകന്റെ ശേഷം ജീവിച്ച പ്രവാചകന്റെ സഹാബികളുടെ സുന്നത്താണ്, അവരുടെ ജീവനചര്യയാണ് നമുക്ക് മാതൃകയായിട്ടുള്ളത്. അത് മുറുകെ പിടിക്കാൻ പറഞ്ഞു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ മാതൃകയിൽ എവിടെയും സഹാബികളോ പ്രവാചകന്റെ പത്നിമാരോ ആരെങ്കിലുമോ നബിദിനം എന്ന ഒരു ആഘോഷം റബീഉൽ അവ്വൽ മാസമാകുമ്പോൾ ആഘോഷിച്ചത്, അനുഷ്ഠിച്ചത് നമുക്ക് കാണാൻ സാധ്യമാവുകയില്ല. സമൂഹത്തിൽ കുറെ ആളുകൾ ചെയ്യുന്നുണ്ട്, കുറെ ആളുകൾ ചെയ്യുന്നില്ല. ചെയ്യുന്നവരാണ് കൂടുതൽ, ചെയ്യാത്തവരാണ് കുറച്ച് എന്നാണ് ആളുകൾ പറയാറുള്ളത്. ഭൂരിപക്ഷം ആളുകൾ അവർ തന്നെ ചെയ്യുന്നു, വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇതിനെ വിമർശിക്കുന്നത് എന്ന് പല ആളുകളും പറയാറുണ്ട്. സഹോദരന്മാരെ, മുസ്ലിം ഉമ്മത്തിൽ എന്തൊക്കെ നിങ്ങൾ കണ്ടാലും നിങ്ങൾ ചെയ്യണം ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇൽ മഹ്ദിയ്യീൻ അർ-റാഷിദീൻ. ഇത് പ്രവാചകന്റെ അന്ത്യവസിയത്തുകളിൽ പെട്ടതാണ്. നമ്മൾ പരിശോധിക്കേണ്ടത് ഈ പറയപ്പെട്ട പ്രവർത്തനം അത് ആളുകൾ എത്ര നല്ലതായി ചെയ്താലും അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുണ്ടോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുറുകെ പിടിക്കാൻ പറഞ്ഞ പ്രവാചകന്റെ സഹാബികൾ ചെയ്തിട്ടുണ്ടോ എന്നാണ്. അതിനെ മുറുകെ പിടിക്കാനാണ് പ്രവാചകൻ പിടിപ്പിച്ചത്. അതുകൊണ്ടാണ് മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞത്, അറഫ മൈതാനിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്തിറങ്ങി, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നേ ദിവസം മതം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ്. ഇന്നേ ദിവസം മതം പൂർത്തിയാക്കി മുഫസ്സിറുകൾ പഠിപ്പിക്കുന്നു. ആ വചനത്തിന് ശേഷം വേറെയും ആയത്തുകൾ ഖുർആനിൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ വചനത്തിന് ശേഷം ഇസ്ലാമിൽ ഒരു കർമ്മം പിന്നീട് പഠിപ്പിച്ചിട്ടില്ല. ഒരു കാര്യം ചെയ്യണമെന്നോ ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന് പിന്നീട് പുതുതായി പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അന്നേ ദിവസം ദീനല്ലാത്ത എന്തുണ്ടോ അത് ഇന്നും ദീനല്ല എന്ന് ഹിജ്റ 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഇമാം മാലിക് ഇബ്നു അനസ് ഇമാമു ദാരിൽ ഹിജ്റ എന്ന് മദീനയിൽ ജീവിച്ച് മദീനയിൽ വളർന്ന് മദീനയിൽ തന്നെ മരണപ്പെട്ട, ഹജ്ജിന് വേണ്ടി എല്ലാവരും മദീന വിട്ട് പുറത്തു പോയിട്ടില്ലാത്ത ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞെങ്കിൽ അന്നേ ദിവസം ആ നബിദിനാഘോഷമുണ്ടെങ്കിൽ, റബീഉൽ അവ്വൽ പ്രത്യേകം ആചാരമുണ്ടെങ്കിൽ അത് ഇന്നും ദീനാണ്. അതേ ദിവസം ഇല്ല എങ്കിൽ അത് ഇന്ന് ദീനാവുകയില്ല എന്നാണ്. തുടർന്ന് പ്രവാചകൻ പറഞ്ഞ വസിയത്തിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ടത് വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, നിങ്ങൾ മതത്തിൽ പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, കാരണം എല്ലാ മുഹ്ദസത്തും പ്രവാചകനെ പഠിപ്പിച്ചിട്ടില്ലാത്ത, റസൂലിന്റെ ജീവിതത്തിന് ശേഷം ഇസ്ലാമിന്റെ പേരിൽ കടന്നുകൂട്ടപ്പെട്ട എന്തൊക്കെയുണ്ടോ അതെല്ലാം ബിദ്അത്താണ്, അതെല്ലാം പുത്തനാചാരങ്ങളാണ്. ഫകുല്ല ബിദ്അത്തി വകുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും അത് വഴികേടാണ് എന്ന് മറ്റൊരു ഹദീസിൽ വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, ആ വഴികേടുകളെല്ലാം നരകത്തിലാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, പ്രവാചകന്റെ അന്ത്യവസിയത്തിൽപ്പെട്ടതാണ് ദീനിലുണ്ടാകുന്ന പുത്തനാചാരങ്ങളെ നമ്മൾ സൂക്ഷിക്കണമെന്ന്. പ്രവാചകൻ ചെയ്തിട്ടില്ലാത്ത, റസൂലിന്റെ സഹാബികൾ ചെയ്തിട്ടില്ലാത്ത, അതിനുശേഷമുള്ള ഉത്തമ തലമുറകളിൽ ആരും ചെയ്തിട്ടില്ലാത്ത ഈ കാര്യങ്ങളെ നമ്മൾ എതിർക്കുന്നത് നമുക്കത് ചെയ്യുന്ന ആളുകളോട് എന്തെങ്കിലും വിദ്വേഷം ഉണ്ടായതുകൊണ്ടോ അതല്ലെങ്കിൽ പിന്നെ ചെയ്യുന്ന കാര്യം വളരെ മോശമായതുകൊണ്ട്, അത് അവർ ചെയ്യുന്ന കാര്യം വളരെ മോശമായത് കൊണ്ടൊന്നുമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ മദ്ഹ് ചൊല്ലലും റസൂലിനെ കുറിച്ച് സന്തോഷം പറയലും ആളുകൾക്ക് ഭക്ഷണം കൊടുക്കലും ജനങ്ങളെ കൂട്ടിയോജിപ്പിക്കലും ഒക്കെ നല്ല കാര്യം തന്നെയാണ്, സംശയമില്ല. പക്ഷേ ആ കാര്യങ്ങളൊന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ദിവസവുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചിട്ടില്ല എന്നാണ്. ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ റബീഉൽ അവ്വൽ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. പ്രവാചകനെ കുറിച്ച് മദ്ഹ് പറയുവാൻ റബീഉൽ അവ്വൽ ആകാൻ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. പ്രവാചകനെ കുറിച്ച് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുവാൻ റബീഉൽ അവ്വൽ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. 24 മണിക്കൂറും
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാൻ കൽപ്പിക്കപ്പെട്ടവരാണ് വിശ്വാസികൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല എന്ന ഒറ്റ കാരണത്താൽ മാത്രമാണ് നമ്മളത് ചെയ്യാത്തത്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളുമായി കൊണ്ട് ആ കാര്യം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുവാനും അത്തരം കാര്യങ്ങളിൽ പരിപൂർണമായി മാറിയിരിക്കുവാനും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കാനും അത് പിൻപറ്റാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണം ഒരിക്കൽ കൂടി ഓരോ ചിരിയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നതായി കൊണ്ട് കാണാൻ സാധ്യമാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹ്ദത ഫീ അംരിനാ ഹാദാ മാ ലൈസ ഫീഹി ഫഹുവ റദ്ദുൻ. ഈ ദീനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയിലില്ലാത്തത് ആരെങ്കിലും കൊണ്ടുവന്നാൽ ഫഹുവ റദ്ദ്, അത് തള്ളിക്കളയേണ്ടതാണ് എന്ന്. വമൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ആരെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയിലില്ലാത്ത ഒരു പ്രവർത്തനം അത് പ്രവർത്തിച്ചാൽ അത് തള്ളിക്കളയേണ്ടതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ദീനായിക്കൊണ്ട് ഒരു വ്യക്തി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വളരെ മൈന്യൂട്ടായ ചെറിയ കാര്യങ്ങൾ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ ഉറങ്ങി എഴുന്നേൽക്കണം, ഉറങ്ങാൻ പോകുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെ കിടന്നുറങ്ങണം, വുളൂ ചെയ്തുകൊണ്ട് പോകണം, വിരിപ്പിലേക്ക് എത്തിയാൽ ആ വിരിപ്പ് 3 തവണ തട്ടിക്കുടയണം, എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ ഇഖ്ലാസും ഫലക്കും ആയത്തുൽ കുർസിയും ഇഖ്ലാസ് ഫലക്ക് നാസും ആയത്തുൽ കുർസിയും അതേപോലെ ആമൻ റസൂലും ഒക്കെ നിങ്ങൾ പാരായണം ചെയ്യണം. ശരീരത്തിൽ മുഴുവൻ ഊതി തടവണം നിങ്ങൾ. അതേപോലെ തന്നെ നിങ്ങൾ സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബർ നിങ്ങൾ ചൊല്ലണം എന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞ് വലങ്കയിൽ കവിള് ചേർത്തുകൊണ്ട് നിങ്ങൾ കിടന്നുറങ്ങണം. നിങ്ങൾ ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വഹ്യ എന്ന് പ്രാർത്ഥിക്കണം. ഓരോ കാര്യം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ എഴുന്നേൽക്കണം, അപ്പോൾ നിങ്ങൾ എന്തെല്ലാം ചൊല്ലണം, നിങ്ങൾ എങ്ങനെ വുളൂ ചെയ്യണം, നിങ്ങൾ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അവിടെ കയറി കഴിഞ്ഞ് നിങ്ങൾ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നിങ്ങനെ തുടങ്ങി ഒരു വിശ്വാസി ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് പോലും എങ്ങനെയായിരിക്കണം എന്നുവരെ കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെങ്കിൽ നമ്മൾ ആഘോഷിക്കേണ്ട ഒരു ആഘോഷം, നമ്മൾ അനുഷ്ഠിക്കേണ്ട ഒരു അനുഷ്ഠാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാതെ പോയി എന്ന് ഒരാൾ പറയുന്നുവെങ്കിൽ സുഹൃത്തുക്കളെ, അതിനേക്കാൾ വലിയ ആരോപണം റസൂലിന്റെ പേരിൽ മറ്റെന്താണുള്ളത്? ഫഖദ് സഅമ അന്ന മുഹമ്മദൻ ഖാന റിസാല എന്ന് ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ അവന്റെ വാദം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീനിൽ പ്രവാചകന്റെ റിസാലത്തിൽ പ്രവാചകനെ വഞ്ചന കാണിച്ചു, നല്ല കാര്യം പ്രവാചകനെ പഠിപ്പിക്കാതെ പോയി എന്ന് നമ്മൾ വാദിക്കലാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വിശ്വാസികളുടെ ആഘോഷം ഏതൊക്കെയാണ് എന്ന് കൃത്യമായി പഠിപ്പിച്ചുകൊണ്ട് നമുക്ക് 2 ആഘോഷങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് ഈദുൽ അദ്ഹയും മറ്റൊന്ന് ഈദുൽ ഫിത്റുമാണ്. അതല്ലാത്ത ഒരു ആഘോഷം മുസ്ലിമിനില്ല. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആഘോഷമില്ല. മറ്റുള്ള ആളുകൾക്ക് ഒരുപാട് ആഘോഷങ്ങളുണ്ട്. ഇതര മതങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ ആഘോഷങ്ങൾ അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുണ്ട്. അതിലൊക്കെ മുസ്ലിമീങ്ങൾ പോയി ചേർന്ന് കൊടുക്കേണ്ടതില്ല. അത് വിശ്വാസിക്ക് പറഞ്ഞതുമല്ല. വിശ്വാസിക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യാൻ പാടില്ലെന്ന സമൂഹത്തിൽ കൃത്യമായി പ്രവാചകനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പ്രവാചകന്റെ വചനങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇവിടെ ഒരു സെക്യുലറിസം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ജനങ്ങളുടെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ മറ്റുള്ള ആളുകളുടെ ആഘോഷങ്ങളിൽ ചേർന്ന് കൊടുക്കേണ്ടതില്ല. നമ്മളെ അതിൽ കൃത്യമായ രൂപം പ്രവാചകനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മറ്റു മതങ്ങളിലുള്ള ആളുകൾ പോലും അവരുടെ വിശ്വാസവുമായി കൊണ്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളിൽ നമ്മളുടെ കാര്യത്തിൽ അവർ ഇടപെടാറില്ല. അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അവർ പിന്നെ മലക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ മുസ്ലിങ്ങളിൽ നിന്ന് ഭക്ഷണം പോലും അവർ വാങ്ങാറില്ല, പച്ചക്കറി പോലും അവർ വാങ്ങി കഴിക്കാറില്ല, അതിനെ ആരും വിമർശിക്കാറുമില്ല. എന്നാൽ നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് മറ്റുള്ള വിശ്വാസങ്ങൾ ആഘോഷങ്ങളിൽ ബന്ധപ്പെടാതിരിക്കൽ നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് ചെറുപ്പം മുതലേ പഠിപ്പിക്കപ്പെട്ട ഖൗമ് മുസ്ലിം സമൂഹം അത്തരം ആഘോഷങ്ങളിൽ ആർമാദിക്കുന്ന അതിരുവിടുന്ന കാഴ്ചകളാണ് സുബ്ഹാനല്ലാഹ് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അതൊരിക്കലും സഹോദരൻ നിസാരമായി കാണേണ്ട വിഷയമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തെ നമ്മൾ എന്തുകൊണ്ട് വിമർശിക്കുന്നുവോ അതേ കാരണം തന്നെയാണ് നമുക്ക് മറ്റ് ആഘോഷങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുമുള്ളത്. അത് ആരോടെങ്കിലും പറയുന്നത് കൊണ്ടോ അത് പ്രവർത്തിക്കുന്നത് കൊണ്ടോ നമുക്ക് യാതൊന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യം നമ്മുടെ രാജ്യത്ത് നിലവിലില്ല.
ഓരോരുത്തർക്കും അവരുടെ വിശ്വാസവും ആചാരവും അനുഷ്ഠാനവും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മൗലികമായ അവകാശം വകവെച്ച് നൽകുന്ന രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിന്റെ പേരിൽ ആരും നമ്മൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നമ്മുടെ വിശ്വാസത്തെ കൃത്യമായി ആളുകൾക്ക് മുമ്പിൽ പറഞ്ഞു കൊടുക്കുവാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നതിന്റെ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ, അത് ആളുകൾ കൊണ്ടുവന്ന് തിന്നാൻ പറ്റുമോ എന്ന ചോദ്യങ്ങളിലേക്കും സംശയങ്ങളിലേക്കും പോകേണ്ട ആവശ്യമില്ല. ആരൊക്കെ അത്തരം ഭക്ഷണങ്ങൾ കൊണ്ടു തന്നാലും ഇതെന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്, അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുപോയിക്കൊള്ളുക. നിങ്ങൾ മറ്റേ ദിവസം കൊണ്ടു തന്നോളൂ, ഞാൻ കഴിച്ചുകൊള്ളാം. നിങ്ങളുടെ വീട്ടിലേക്ക് വിളിച്ചുകൊള്ളൂ, ഞാൻ വന്നുകൊള്ളാം, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ ഇത് വിശ്വാസത്തിന്റെ ഭാഗമാണ്, എനിക്ക് കഴിയില്ല എന്ന് പറയുവാൻ, ആർജവം കാണിക്കുവാൻ സഹോദരന്മാരെ നമ്മൾക്ക് സാധ്യമാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് കാര്യമായിരുന്നാലും അത് വിശ്വാസത്തിന്റെ ഭാഗമായിക്കൊണ്ട് ആളുകൾ ചെയ്യുന്നത്, ദീനിന്റെ വിഷയത്തിൽ പഠിപ്പിക്കപ്പെടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പ്രവാചകനെ പറഞ്ഞെടുത്ത് മാത്രം നിൽക്കേണ്ടതാണെന്ന് മനസ്സിലാക്കുക. അതല്ലാത്ത ഒരു ആഘോഷവും വിശ്വാസിക്ക് അനുഷ്ഠിക്കുവാനോ അതിലേക്ക് ആചരിക്കുവാനോ പാടുള്ളതല്ല എന്ന് മനസ്സിലാക്കി കൃത്യമായി കൂടെ ദീനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമ്മൾ സന്നദ്ധമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് കൊണ്ട് ജീവിക്കാനും